ഇതിക്കൊക്കെ വലിയ കോമഡി എന്താ അറിയോ? ഭണ്ണാര സൗണ്ട് ഇല്ല. പിന്നെ ഞാൻ അവളുടെ മഹലിൽ പോയിരുന്നു. അയ്യോ, എന്റെ പിന്നാലെ സെൽഫി എടുക്കാനൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. എന്താ ചെയ്യാ? മാത്രല്ല, ഇയാള് ഷെരീഫില്ലേ, ഇജ്ജ് മുത്താണ് കേട്ടോ, ഇജ്ജ് ആൺകുട്ടിയാണ്, ഇജ്ജ് അതെങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് പക്വതയോടെ അതിലുണ്ട്. അത് കാരണം ഞങ്ങളൊക്കെ ആണെങ്കിൽ അപ്പൊ കരണം നോക്കി അടിച്ചിരുന്നു. പിന്നീട് വാ പൊളിക്കുക ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ളത്. കാരണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഇവിടെ പലരും കുടുങ്ങിയിട്ടുള്ളതും ഇവള് കേസ് കൊടുത്തിട്ടുള്ളതും. ഇത് എന്റേതൊന്നും പറ്റില്ല. അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഈ അത് പക്വതയോടെ കൈകാര്യം ചെയ്തതെന്ന് കേട്ടപ്പോൾ എനിക്കും നല്ല സന്തോഷമായി. എന്തായാലും നമ്മുടെ പ്ലാനിങ് ഒന്നും പാടിയിട്ടില്ല, എവിടെയും പഴച്ചിട്ടുമില്ല. എല്ലാം അതിന്റെ കറക്റ്റ് കാര്യങ്ങളിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായി, ജനങ്ങൾക്ക് സത്യം മനസ്സിലായി, ഞാൻ കഴിച്ചില്ല. അപ്പോൾ നമ്മുടെ ഷെരീഫ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവളെങ്ങനെയാണ് ഓരോരുത്തരെയും കൊടുക്കണമെന്ന്. ഇതെല്ലാം കണ്ടിട്ടാണ് ഷെരീഫിൻ്റെ വീട്ടിലേക്ക് അവൾ പോയത്. പക്ഷെ അവിടുന്ന് ഇവൾ വിചാരിച്ചൊന്നും നടന്നില്ല. ലൈവ് ഓണാക്കി വായിക്ക് തോന്നുന്ന കോതക്ക് പാട്ടെന്ന് പറയുന്ന മാതിരി അവിടെ നിന്നാണ്ട് തെറി വിളിക്കായിരുന്നു. അപ്പോഴേക്കും നാട്ടുകാരെല്ലാവരും വന്നപ്പോൾ കണ്ടം വഴി ഓടിയിരുന്നു. അവിടെ പുല്ലും കൂടി മുളച്ചിട്ടില്ല എന്ന് പറയുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ലൈവിലിരുന്നിട്ട് ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കുക, അതും തെറിയിലൂടെ. നിയമത്തെപ്പോലും വെല്ലുവിളിച്ചാണ് പുതിയ ലൈവ്. അതൊന്ന് കണ്ടു നോക്കൂ. കേസ് വരുന്ന് പറഞ്ഞപ്പോ നീ മെല്ലെ സ്റ്റേഷനിൽ മുങ്ങിയാണ്. നീ തലപ്പത്തെ വക്കീലെടുത്ത് നീ കേസ് കൊടുത്തു. ഏത് തലപ്പത്തെ വക്കീലാണ് നിയമം കൊണ്ട് വരുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ, വരട്ടെ. അങ്ങനത്തെ നിയമം ഉണ്ടെങ്കിൽ എനിക്കൊന്നത് കാണണല്ലോ. അവൻ വലിയ വക്കീലിനെയൊക്കെ വെച്ച് ഏത് വക്കീലാണ് നിയമം കൊണ്ടുവരുന്ന വക്കീലുകളാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്കൊന്ന് കാണണം. ഇനിയിപ്പോൾ തലപ്പത്തെ വക്കീലോ അല്ലാത്ത വക്കീലോ ആയിക്കോട്ടെ, അവരൊക്കെ നിയമം പഠിച്ചിട്ടായിരിക്കണേ. അതുകൊണ്ട് വക്കീലന്മാരെ വെല്ലുവിളിക്കുന്നത് നിയമത്തെ വെല്ലുവിളിക്കണ പോലെയാണ്. അപ്പം അതിന് വല്ലാതെ നിൽക്കണ്ട, അതെനക്ക് വിനയായി മാറും. പിന്നെ നിന്റെ ഇറ്റ്സ് മീ കൈസ് അവനായിട്ടൊക്കെയാണല്ലോ നിനക്ക് കോണ്ടാക്ട്. ഈ പറയുന്ന ഇറ്റ്സ് മീ കൈസ് ചെയ്യണ തെമ്മാടിത്തരത്തിനൊക്കെ വരുന്നുണ്ട് പണി, വരുന്ന മെല്ലെ വരുന്നുണ്ട്. നീ എന്താ വിചാരിച്ച് നീ പറഞ്ഞല്ലോ ബാക്കി എല്ലാവരും ചെയ്യുന്നുണ്ട്, ബാക്കി എല്ലാവരും ആരുടോ ചെയ്യുന്നേ നീ ഇന്നെ പോലെ നാറിച്ചേറ്റ. പിന്നെ പണി വരുന്നുണ്ടെന്ന് പറയുന്നില്ലേ? അപ്പം ഇജ്ജാണ് എല്ലാവർക്കും പണി കൊടുക്കണല്ലേ? നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ പണിയില്ലാതെ നടക്കുന്നുണ്ട്. ഇന്ന് എല്ലാവർക്കും ഓരോ പണി ഇജ്ജാണ്ട് കൊടുക്കുക, അതെങ്കിലും നാടിനൊരു ഉപകാരമായിട്ട് ഇരിക്കട്ടെ. പിന്നെ ഇവിടെ ലൈവിൽ ഇവിടെ എന്ത് തോന്നിയത്തരം പറഞ്ഞാലും കുറേ മാമന്മാർ ഇരിക്കുന്നുണ്ട് ചിരിയും തോളിലിട്ടിട്ട്. അപ്പോൾ ഓലിന്നോട് പറയണം വല്ല പണിക്കും പോയിക്കൂടെ, മറ്റേതാണ് മറിച്ചാണെന്ന്. എനിക്ക് പണിയുണ്ടടാ, 365 ദിവസം ജോലി ചെയ്യണ ആളാണ് ഞാൻ. അപ്പോൾ ആ കാർഡ് ഇങ്ങോട്ട് ഇറക്കണ്ട. എടാ നാറി ഷെരീഫേ, നീയും 2 എണ്ണത്തിനെ വളർത്തുണ്ടല്ലോ അല്ലേ? 2 പെൺകുട്ടികളെ, ഞാൻ 5 ആൺകുട്ടികളെ വളർത്തണത്, നീ 2 പെണ്ണുങ്ങളെ വളർത്തുണ്ടല്ലോ. വലുതാവട്ടെ, വലുതാവും, വലുതായതിന്റെ ശേഷം നീ അനുഭവിക്കും, അറിയാൻ പോണ. ഏതെങ്കിലും നാറിയെല്ലാം വലിച്ചു വരുമ്പോഴാ, അല്ലെങ്കിൽ ഏതെങ്കിലും നാറികളുടെ കൂടെ ഒളിച്ചോടി പോകുമ്പോഴാണ് നീ അനുഭവിക്കുള്ളൂ. പടച്ചോൻ അതിന് വേണ്ടിയിട്ടാണ് നിനക്ക് 2 പെണ്ണിനെ തന്നിരിക്കുന്നത്. പിന്നെ കുട്ടികളെ വളർത്തണം പറഞ്ഞല്ലോ, ആൺകുട്ടികളെ വളർത്തിയാലും പെൺകുട്ടികളെ വളർത്തിയാലും അതെങ്ങനെ വളർത്തണം എന്നുള്ളതാണ്. അല്ലാതെ കുട്ടികളെ മനസ്സിൽ ഇപ്പം തന്നെ വിഷം പതച്ചുകൊണ്ടല്ല. ആണും പെണ്ണും എന്ന് പറയുന്നത് അത് പടച്ചോൻ തന്നെയാണ്. അവരെ പൊന്നുപോലെ വളർത്തലാണ് നമ്മളെ കടമ, അല്ലാതെ തോന്നണ പോലെ വളർത്തലല്ല. എന്തിടാ ന്യൂസ് വായിക്കുന്ന നീ? എന്തിടാ വള്ളപ്പാലി നീ ന്യൂസ് വായിക്കുന്നത്? വെള്ളപ്പാലി, അതിനെ കാണുമ്പോൾ തന്നെ എനിക്ക് അതിന്റെ കണ്ടടിച്ച് മൂളിക്കാനാണ് തോന്നിയത്. കള്ളപ്പന്നിനെ സ്റ്റേഷനിലായതാണ് അവനെന്റെ കയ്യിൽ കിട്ടി ഞെരിക്കും ഞാൻ അവനെ. നാറി നാറി ആറ് ചെറ്റ പറഞ്ഞു. ഇമ്മാരി ചെറ്റനെ ഞാൻ മണ്ണാർക്കാട് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമുക്ക് സപ്പോർട്ടുമാണ്, നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇതുപോലത്തെ ചേറ്റനെ ഞാൻ ഈ മണ്ണാർക്കാട് നാട്ടിൽ കണ്ടിട്ടുണ്ട്. അവൻ മണ്ണാർക്കാട് നാട്ടിലാണ്, മണ്ണാർക്കാട് അവൻ്റെ ഫ്രണ്ട്സുകളുണ്ട്, ഓലക്കത്തെ അതുണ്ട് ഇതുണ്ട്. ആരെന്നെ എന്ത് ചെയ്യും? നീ എന്താ വിചാരിച്ചത്? എന്നെ അങ്ങോട്ട് മൂക്കിൽ വലിക്കുന്ന നീ അങ്ങനെ ഇതാക്കുമ്പോഴേക്കും എല്ലാവരും എന്നെ മൂക്കിൽ വലിക്കുന്ന. നമ്മളെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും ഇവളെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ബോഡി ഷെയിം ചെയ്യുക. അതൊക്കെ എന്നെ പോലെ അത്രക്ക് തരം താഴ്ന്ന ആൾക്കാർക്ക് അതൊക്കെ പറ്റുള്ളൂ. പിന്നെ ഈ അടിക്കും എന്ന് പറയുന്നില്ലേ, പിന്നെ എന്താ അങ്ങോട്ട് പോയതല്ലേ, എന്താ അടിക്കാന്ന്? ഇജ്ജ് സംഭവം അവിടുന്ന് ഒരു അടി വാങ്ങാനാ നോക്കിന്ന് ഓനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് നടന്നില്ല. നിന്റെ കെട്ടിയോനെ എവിടെങ്കിലും ആക്സിഡന്റ് ആയി ചത്താല് ആ നാറി അടുത്ത് ചാവും. ചത്തു പറഞ്ഞാലൊക്കെ നിന്റെ മക്കളിൽ എനിക്ക് 5 ആൺകുട്ടികളായതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും. നിന്റെ പെൺകുട്ടികളിൽ തെണ്ടേണ്ടി വരും. നിന്റെ കെട്ടിയോൻ ചത്താലല്ലേ, എന്റെയൊക്കെ പ്രാക്കും കൊണ്ട് ചിലപ്പോ എവിടെങ്കിലും ചാവും, അത് എവിടെങ്കിലൊക്കെ പോയിട്ട് മുട്ടിച്ചാവും. അപ്പൊ നീയും നിന്റെ മക്കളും നടു തെരുവില് തെണ്ടേണ്ടി വരും, തെണ്ടി ജീവിക്കേണ്ടി വരും. പിന്നെ ചത്താലേ എന്നൊക്കെ പറയണില്ലേ, അത് അനക്കന്നെ സഹായിച്ചോളൂ അമ്മാരി തരം താഴ്ന്ന വാക്കുകൾ ഉപയോഗിക്കാൻ.
പിന്നെ എജ്ജല്ല ഒരാൾ ജനിക്കണതും മരിക്കണതും ഒക്കെ തീരുമാനിക്കണത്. അപ്പോൾ ആ കാര്യം വിട്. എന്റെ മക്കളൊന്ന് വലുതാവട്ടെ, അത് വരെയുള്ളൂ ഷാജിക്ക് കഷ്ടം. എന്റെ മക്കൾ ഇപ്പൊ അവന്റെ ഹൈറ്റ് ഉണ്ട് എന്റെ മോന്. എന്റെ കുട്ടികൾക്ക് ഒരു 18 വയസ്സ് അങ്ങോട്ട് കഴിയട്ടെ. വളരുന്നുണ്ട് 5 ഒരേപോലെ വളരുന്നുണ്ട്. അപ്പൊ കാണാം ആരുടെ അടുത്താണ് വിജയം എന്ന് നമുക്ക് അന്ന് കാണിച്ചു തരാം. എല്ലാവരും അവരവരുടെ മക്കളെ വല്ല ഡോക്ടറോ എഞ്ചിനീയറോ ആക്കണം, അല്ലെങ്കിൽ വല്ല ജോലിയിലാക്കണം എന്ന് കരുതുക. പക്ഷെ എജ്ജെന്താ അവരെ ഗുണ്ടകളായിട്ട് വളർത്താൻ കരുതിക്കണ്? നല്ല വർത്താനം, ബെസ്റ്റ്. സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് വളരെ മോശം. ഇത്രയും നേരം ഘോരഘോരം പ്രസംഗിച്ച ഇവർക്ക് ശരി മറുപടി കൊടുക്കുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. 20-22 വയസ്സുള്ള ചെക്കന്മാരൊക്കെയാണ് ഇപ്പോ ഇവരുടെ കൂടെ. അതെങ്ങനെ അവർ വന്നു, ഇവരുടെ കൂടെ വരാനുള്ള സാഹചര്യങ്ങൾ, അതിനെ കുറിച്ചിട്ടൊക്കെ പേഴ്സണലി വേറെ അന്വേഷണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് മൊത്തത്തിൽ എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഞാൻ പറഞ്ഞില്ലേ, അത് അത്രയും ബ്രില്യന്റ് ആയ അഡ്വക്കേറ്റ് ആണ്. അതിനിപ്പോ നീ ആളെ പറഞ്ഞപ്പോൾ അതിന് ഫുള്ള് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ശരിയാക്കാം. ഇതിന്ന് ഈ ധൈര്യമായിട്ട് ഇപ്പൊ കേസിന്റെ കാര്യത്തെ കുറിച്ച് നീ പറയണ്ട, ബാക്കിയുള്ളത് പറഞ്ഞോ. അവൾ ഇതിൽ ലോക്കാണ് എന്നുള്ളത് അത് 100% എനിക്ക് വാക്ക് നിൽക്കും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ എന്റെ കേസിൽ ഒരുപാട് വകുപ്പുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് അറിവും അതിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത് സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ക്യാമറയുടെ മുമ്പ് കാണിക്കാൻ പറ്റില്ല, അല്ലാണ്ട് നിങ്ങൾക്ക് കാണിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പലരും പറഞ്ഞിട്ടുണ്ട് സാജിദാനെ കുടുങ്ങും എന്നുള്ളതൊക്കെ. അതൊക്കെ ഒരു ഭംഗി വാക്കായി മൂലക്ക് തള്ളിയിട്ടുണ്ട്. എന്റെ റിസൾട്ട് നിങ്ങൾക്ക് താമസിയാതെ അറിയാം. ഇതിന്റെ ഫൈനൽ എന്താണെന്നുള്ളത് അതിന് ഷെരീഫ് നിങ്ങൾക്ക് കാണിച്ചു തരും, അത് ഷുവറാണ്. എന്തായാലും ഷെരീഫിന്റെ നിലപാടിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണ ഇപ്പൊ കിട്ടിയില്ലേ? എല്ലാവരെയും ഒരു നാവ് വെച്ച് നിരന്തരം ശപിച്ചുകൊണ്ടിരിക്കണ അനക്ക് ഇതൊക്കെ പടച്ചോൻ കാട്ടിത്തരും. എന്നിട്ട് ഇതൊക്കെ തിരുത്തി നല്ലൊരാളായിട്ട് തിരിച്ചു വരുന്ന നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.